ഒരുപാട് സ്വപ്നങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും കാരണം ചെറുപ്രായത്തിൽ തന്നെ വിദേശത്ത് പോയവരാണ് നമ്മളിൽ പലരും, അല്ലെ? അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ പറ്റി അറിയാനോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ പലർക്കും കഴിഞ്ഞിട്ടില്ല. NRIസിന് എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഹായ് ഓൾ, ഐ ആം അരുൺ മുരളി. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഡിമാർട്ട് അക്കൗണ്ട്, അതായത് ഡീസെൻട്രലൈസ്ഡ് അക്കൗണ്ട്, ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡിജിറ്റൽ വാലറ്റ് ആണ് ഈ പറയുന്ന ഡിമാർട്ട് അക്കൗണ്ട് എന്നുള്ളത്. നമ്മളിൽ പലരും NRIs ആയി കഴിഞ്ഞിട്ട് പലർക്കും ഡയറക്ട്ലി ഇന്ത്യൻ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരുടെ നോർമൽ സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് സാധിക്കുകയില്ല. ഇൻസ്റ്റന്റ് അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോയിൽ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഒരാൾ ഒരു 182 ദിവസത്തിൽ അധികം പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ആ ആളുടെ സ്റ്റാറ്റസ് NRIയിലേക്കായി മാറുകയാണ്, അതായത് നോൺ റെസിഡൻഷ്യൽ ഇന്ത്യൻ എന്ന രീതിയിൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നോർമൽ ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടോ കഴിയുകയില്ല. ഇതെല്ലാവരും മനസ്സിലാക്കുക. പലരും വിചാരിക്കും നമുക്ക് അത് വെച്ച് ഡയറക്ട്ലി ചെയ്യാൻ സാധിക്കുമെന്ന്. എന്നാൽ ഡയറക്ട്ലി നമുക്ക് ആ ഒരു നോർമൽ അക്കൗണ്ട് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, നമ്മുടെ സ്റ്റാറ്റസ് NRI ആണെങ്കിൽ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നേരെ ഒരു NRI അക്കൗണ്ട് ഇല്ലെങ്കിൽ NRO അക്കൗണ്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ NRI അക്കൗണ്ട് എടുക്കുന്നത് എത്രയും നല്ലത് തന്നെ PIS അക്കൗണ്ട് ആയിട്ടാണ്, അതായത് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ബേസിസിലായിരിക്കണം നിങ്ങൾ അത് ഓപ്പൺ ചെയ്യേണ്ടത്. അത് നമ്മളുടെ ഈസി ഫണ്ട് ട്രാൻസ്ഫറിന് എളുപ്പമാക്കി തരുന്നതായിരിക്കും. എബ്രോഡ് ഉള്ളത് കൊണ്ട് തന്നെ ഫണ്ട് ട്രാൻസ്ഫർ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. സോ PIS അക്കൗണ്ട് തന്നെ എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി നിങ്ങൾക്ക് NRI അക്കൗണ്ട്സ് ഇല്ല, NRO അക്കൗണ്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PIS എനേബിൾഡ് ആയിട്ടുള്ള ബാങ്കുകളുമായിട്ട് മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നമ്മളുടെ ടീം നിങ്ങളെ അതിന് ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടാമത്തെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിനെ സെലക്ട് ചെയ്യുക എന്ന് തന്നെയാണ്. അതായത് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പന്റിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നതാണ്. ഇഷ്ടം പോലെ ബ്രോക്കേഴ്സ് ഉണ്ട്. എന്നാൽ ഇതില് സെബിയുടെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ RBIയുടെ അണ്ടറിൽ വരുന്ന ബ്രോക്കേഴ്സിനെ തന്നെ സെലക്ട് ചെയ്യുക. അല്ലാത്ത പക്ഷം നമുക്ക് കുറെ അധികം പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. സോ സെബിയുടെ അണ്ടറിൽ വരുന്ന റെഗുലേഷൻസിന്റെ അണ്ടറിൽ വരുന്ന ബ്രോക്കേഴ്സിനെ മാത്രം നിങ്ങൾ എടുക്കുക. കുറെ അധികം ബ്രോക്കേഴ്സ് ഉണ്ട്. ലെറ്റ്സ് സേ ആലീസ് ബ്ലൂ, ഫസ്റ്റ്, ഒഗ്ദൻ, ഫയേസ്, സിറോദ, ഇതെല്ലാം നമുക്ക് ഇതിന്റെ അണ്ടറിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അതുമല്ല അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളുടെ ടീം നിങ്ങളെ ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ അക്കൗണ്ട്സ് എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്, ഇത്രയും ബ്രോക്കേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രണ്ടാമത് മെയിൻലി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന്റെ ഫീസുകൾ നമ്മൾ കമ്പയർ ചെയ്യുക. NRIസിന് കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഫീസ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫീസസ് കമ്പയർ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അല്ലാത്ത പക്ഷം വലിയ ഫീസസ് കൊടുത്തുകൊണ്ട് സെയിം സർവീസസ് നമ്മൾ പല അക്കൗണ്ട്സിൽ നിന്നും എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഏത് ബ്രോക്കറിനെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും കമ്പയർ ചെയ്യുക. ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ബ്രോക്കർ, ഫീസ് കുറവുള്ളത്, അതുപോലെ തന്നെ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്നതുമായിരിക്കണം. പലരും സീറോ ബ്രോക്കിങ്ങിലേക്ക് പോകും. പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രോക്കിംഗ് ഉണ്ട്. ലെറ്റ്സ് സേ സീറോ ബ്രോക്കിംഗ്, ഡിസ്കൗണ്ടും ഉണ്ട്, പെയ്ഡും ഉണ്ട്. പലരും സീറോ ബ്രോക്കിങ്ങിലേക്ക് പോകും. ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുകയില്ല, ഞാൻ ആരോടും പറയുകയുമില്ല സീറോ ബ്രോക്കിംഗ് എടുക്കാനായിട്ട്. സീറോ ബ്രോക്കിംഗ് എടുക്കുമ്പോഴത്തേക്ക് എക്സിക്യൂഷൻ വളരെ സ്ലോ ആകാറുണ്ട്. നമ്മൾ എൻട്രി കൊടുത്തു ബൈ ചെയ്യാനായിട്ടോ സെല്ല് ചെയ്യാനായിട്ടോ കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അത് വർക്ക്ഔട്ട് ആകാറില്ല. പല സ്റ്റോക്സുകളിലും നമുക്ക് എൻട്രി എടുക്കാൻ പോലും സാധിക്കുകയില്ല. സോ അത് നിങ്ങൾ വിടുക. എന്തായാലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിലേക്ക് വരിക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും, ഇത് NRIസിനും NRIs അല്ലാത്ത നോർമൽ ഇന്ത്യൻ റെസിഡൻസിനും വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. സീറോ ബ്രോക്കിംഗ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഡിസ്കൗണ്ട് ബ്രോക്കിംഗിലേക്ക് പോകുക, പെയ്ഡിലേക്ക് പോകണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. ആൻഡ് ഓൾസോ ഈ ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് അക്കൗണ്ട്സ് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തൊരു പോയിന്റ്, PIS ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് തന്നെ വേണം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇതിൽ പല ബ്രോക്കേഴ്സും തന്നെ, അതായത് ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇതിൽ പലരും ഇതായിട്ട് PIS-ഉമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തതായിരിക്കുകയില്ല. ആൻഡ് ഫൈനലി ബ്രോക്കേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇവരുടെ റിവ്യൂസ് ആൻഡ് ഓൾസോ ഇവരുടെ സ്പെസിഫിക്കലി NRIസിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇവർ തന്നിട്ടുള്ളത് നന്നായിട്ട് നിങ്ങൾ ആ ഒരു ഫോം വായിക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പല ഫോംസ് കാണുമ്പോൾ അക്സെപ്റ്റ് ഓൾ കൊടുത്തിട്ട് നേരെ വിടുകയാണ്. ബട്ട് നമ്മൾ NRIs ആണ്, നമ്മൾ ഇവിടെ ഒന്ന് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.
ആയിരിക്കും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ആദ്യം തന്നെ പാസ്പോർട്ട് വേണം, രണ്ടാമത് പാൻ കാർഡ് വേണം, ദെൻ ഓവർസീസ് അഡ്രസ്. ഇപ്പൊ നമ്മൾ NRI ആണ്, പുറത്താണ് നിൽക്കുന്നത്, എബ്രോഡ് ആണ്, അപ്പൊ അവിടെ നിൽക്കുന്നതിന്റെ പ്രൂഫ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ അഡ്രസ്സും നമുക്ക് ആവശ്യമുണ്ട്. OCI ഇല്ലെങ്കിൽ PIO കാർഡ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. റീസെന്റ് ഫോട്ടോയും ബാങ്ക് ഡീറ്റെയിൽസും മറക്കരുത്. NRO ഇല്ലെങ്കിൽ NRE എടുക്കുമ്പോൾ PIS ആയിട്ടുള്ള അക്കൗണ്ട് തന്നെ എടുക്കുക. ടാക്സ് കംപ്ലൈൻസസിനായി CRS ഇല്ലെങ്കിൽ FACTA നിങ്ങൾ എടുത്തു വെക്കുക. ആൻഡ് ഓൾസോ PIS ഫോം നിങ്ങളുടെ ബാങ്കിൽ നിന്നും എടുത്തു വെക്കുക. കുറച്ചധികം ഡോക്യുമെന്റേഷൻസ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാം ഡിജിറ്റൽ കോപ്പീസ് നല്ല ക്വാളിറ്റിയിലും ആയിരിക്കണം. ബെറ്റർ ഡിജിലോക്കറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. ഇതെല്ലാം നിങ്ങളൊന്ന് കരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് തന്നെ നമുക്ക് അക്കൗണ്ട്സിന്റെ പ്രൊസീജിയർ, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ നമുക്ക് തീർക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് NRI അക്കൗണ്ട്സ് തുടങ്ങുന്നില്ല, ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് ട്രേഡ് ചെയ്യാനായിട്ടോ ഇൻവെസ്റ്റ് ചെയ്യാനോ, അത് മ്യൂച്വൽ ഫണ്ട്സ് ആയിക്കോട്ടെ, സ്റ്റോക്ക് ആയിക്കോട്ടെ, ഫോറക്സ് ആയിക്കോട്ടെ, ക്രിപ്റ്റോ ആയിക്കോട്ടെ, ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെ കമന്റിൽ മെൻഷൻ ചെയ്യാം. അതുമല്ലെങ്കിൽ നമ്മുടെ ടീമിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടുന്ന് നമ്പർ എടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഡീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ PIS ഇന്റഗ്രേറ്റ് ചെയ്തേക്കണം. PIS രജിസ്ട്രേഷൻ മറക്കരുത്. ബ്രോക്കേഴ്സിന്റെ ഫീ നിങ്ങൾ നോക്കണം. ഹിഡൻ ചാർജസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിർബന്ധമായിട്ട് നോക്കണം. പലപ്പോഴും ഹിഡൻ ചാർജസിൽ പലരും കുറെ അധികം ഫീസസ് റിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. സോ ഹിഡൻ ചാർജസ് സ്പെസിഫിക്കലി നിങ്ങൾ എടുത്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ കോസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് എടുക്കുക. ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ തന്നെ ലോ കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്തിരിക്കണം. ഡയറക്ട്ലി നമ്മൾ ചാടി കയറിയിട്ട് എവിടെയും പോയിട്ട് ചെയ്യരുത്. ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫൈനലി ഒരു നല്ലൊരു CA കണ്ടിട്ട് നിങ്ങളുടെ ടാക്സ് ഫയലിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് താനും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലൂടെ എങ്ങനെ NRIസിന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്ന രീതിയിലും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഇൻഡെപ്ത് നിങ്ങൾക്ക് NRI അക്കൗണ്ട്സിനെ ബേസിസിലോ NRIസിനോ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാവുന്നതാണ്. ടിൽ ദെൻ ബൈ.